വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഐറുട്ടി ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ചിക്കു ചാച്ചു, രണ്ടാളും അജ്മാലിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ കുറെ നാളായി കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്, ഒന്നും പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലൊക്കെ നമ്മൾ ഡെയിലി യൂസിനുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ അതെ, അപ്പൊ ടേസ്റ്റ് ആൻഡ് സ്മെൽ ചലഞ്ച് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ടേസ്റ്റും ചെയ്യണം, സ്മെല്ലും ചെയ്യണം. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത സാധനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അറിയുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ വെച്ചില്ല, അതൊന്നും പറയാനില്ല. ഞങ്ങൾ എന്താ വെച്ചിരിക്കുന്നത് പറയില്ല. പക്ഷെ അയൽമോൾക്കും ഹസ്ബൻഡ്മോൾക്കും ചിക്കുരു ചാച്ചനും എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കില്ല. ഞങ്ങൾ ഓരോരുത്തരെ വെച്ചിട്ട് ചെയ്യാം. ഓരോരുത്തരുടെ റൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ അവരെ പുറത്തേക്ക്. ഓക്കെ, നമുക്ക് ആദ്യം ഓർഡറിൽ തുടങ്ങാം. ചാച്ചുന്ന് തുടങ്ങാം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് ഹസ്ബൻഡ്മോൾ ബേബി അല്ലേ, ഹസ്ബൻഡ്മോൾക്ക് ലാസ്റ്റ്. ഓക്കെ, അത് ബേബിന്ന് തുടങ്ങണോ? ഹസ്ബൻഡ് ഫസ്റ്റ് പറയുമോ? നമുക്ക് ബേബീസിന് തുടങ്ങാം. അപ്പൊ ഞങ്ങൾക്ക് ബേബീസിന് തുടങ്ങാം അല്ലേ ഹസ്ബൻഡ്? എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ട് കണ്ണില് കെട്ടി കൊടുക്കാം. അപ്പൊ കണ്ണില് കെട്ടിയിട്ട് സാധനങ്ങൾ കൊണ്ട് വെച്ചെടുക്കും. ഓരോരുത്തരായിട്ട് ചെയ്ത് അവരത് കാണിച്ച് അതെ, ഈ ഒരു സാധനം വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മള് അത് കഴിഞ്ഞ് അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ഞങ്ങളുടെ വക ഒരു ഓക്കെ. അപ്പൊ നമുക്ക് അതിലൂടെ ഈ ഒരു തുണി വെച്ചിട്ട് കണ്ണ് കെട്ടി കൊടുക്കാം. തീരെ കാണാൻ പറ്റുന്ന രീതിയിൽ. ഇത് കുറച്ച് ട്രാൻസ്പാരന്റ് ആയ കാരണം നമുക്ക് രണ്ട് മണക്കും മണക്കാം. ആണെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ നോക്കണ്ട, ഞാൻ കെട്ടി കഴിഞ്ഞിട്ടേ ഒരു മിനിറ്റ് ടൈറ്റ് ആയില്ലെങ്കിൽ ഒത്തിരി രീതി ഞാൻ പറഞ്ഞുതരാം. ടൈറ്റായോ? ഉറപ്പാണോ? ഇതെത്രയാ? ഇതെത്രയാ? കാണില്ലല്ലോ? ഇല്ല? ഉറപ്പല്ലേ? ആദ്യം നമുക്ക് ടേസ്റ്റിന്റെ ചാലഞ്ച് ചെയ്യാം. അജ്മോൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ തൊട്ട് നോക്ക്. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഏതാണോ അത് എടുക്കാം. എന്താണ്? പുളിമുട്ടായാണോ? എനിക്ക് അറിയില്ല. നമുക്കിവിടെ വെച്ചിട്ട് ലാസ്റ്റ് നോക്കാം. അത് ഊരണ്ട, അടുത്ത് നോക്ക്. ഞാൻ അടുത്തത് വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നോക്കിയേ. വേറെ ഏതെങ്കിലും എടുത്ത് നോക്കിയാ? ചോറിലുണ്ടാവുന്ന സാധനമാണ്, ഷുഗറുള്ള സാധനം അല്ലേ? എന്റെ പേരെന്താ? ഏത് ഷേപ്പ് ആയിരിക്കും ഇത്? ഏത് ഷേപ്പാ? കർവ് ഷേപ്പാ. ഓക്കെ, എന്നാ അത് അടച്ചോ. ഞാൻ അടുത്ത കസ്റ്റമർക്ക് തൊടണ്ട, ഞാൻ എടുത്തരാം. വായ തുറന്നേ, വായ തുറന്നേ. നന്നായിട്ട് നോക്കും. അപ്പൊ ഞങ്ങൾക്ക് സ്മെൽ ചലഞ്ച് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് സ്മെൽ ചെയ്തോണ്ട്. നീ മറക്കാൻ തലതിന് പോക്കണ തല കഴിച്ചു പിടിക്കും. ഷാമ്പു ഷാമ്പു ആണല്ലേ? ഷാമ്പു. അടുത്തത് ആയിക്കോട്ടത് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. സോസ്, ടൊമാറ്റോ സോസ്. ഓക്കെ, ഞാൻ നമ്മൾ ഇന്ന് ഈ ഒരു സാധനത്തിൽ കഴിച്ചു. വേറെ അത് വേണ്ട, വേറെ കഴിച്ചു. അയൽമോൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ? അത് പറയും. ശരിയറിയില്ല. എന്ത് കളർ? അതെങ്കിലും പറയും. എന്ത് കളറായിരിക്കും? ബ്ലാക്കോ? ഓക്കെ, തുടങ്ങല്ലേ? മറപ്പിച്ചു നോക്കിയേ.
കളർ അറിയോ? എന്തെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ? അത് ഗോൾഡൻ ഗോൾഡൻ കളർ. ഗോൾഡൻ അല്ല, യെല്ലോ. യെല്ലോ എന്ത് കഴിക്കാനുള്ളതാ? പിന്നെ എന്തായിരുന്നു? ഞാൻ അതുകൂടി മറച്ചിരിക്കും, അറിയാൻ പറ്റുന്നുണ്ടോ നോക്ക്. ആയിക്കോട്ടെ, ഇത് മറച്ചിരിക്കും. ഇത് സാമ്പിള് എന്താണ്? മുമ്പിൽ നോക്ക്, നീ മൊത്തം അങ്ങനെ നടത്തിക്കണ്ടേ? എന്താണ്? സാമ്പിൾ അല്ലേ? ആയിക്കോട്ടെ. ഒരു സാധനം തരാം, ഒരു സാധനം കൂടി പറയുക. ഓക്കെ, ഒരെണ്ണം കൊടുത്തരാം കേട്ടാ. ശരിയില്ല, നമ്മൾ പറയാണ്ടിരുന്നാല് അതുകൊണ്ട് ഉപ്പായോന്ന് അച്ഛമ്മൾക്ക് ചാലഞ്ചൊക്കെ കഴിഞ്ഞില്ലേ? എന്തായിരുന്നു ഉമ്മയൊക്കെ എടുത്തു തന്നിട്ട് അച്ഛമ്മൾക്ക് ഓരോന്നായിട്ട് തന്നപ്പോ എന്തൊക്കെയാ തോന്നിയത്? ഓറഞ്ചിന് മതം വന്നു. അപ്പൊ ഓറഞ്ചാന്ന് വിചാരിച്ചു. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മസായി. അതേപോലെ നായകന്റെ വന്നു വന്നു. നാരങ്ങ വെള്ളം മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എന്താ അച്ഛമ്മള് പറഞ്ഞത്? ഇതൊക്കെ മറച്ചു നോക്കിയപ്പോ അച്ഛമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 7 എണ്ണം നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അല്ല 7 എണ്ണം അത് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് പിന്നെ തൽക്കാലം അവരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അടുത്ത ആളെ വിളിക്കാം. അവര് പറയുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. അതിലുണ്ടല്ലോ ചിക്കു, അതിലുണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. ചിക്കുവിന്റെ അടുത്താണ് പ്രതീക്ഷ മുഴുവൻ. ചിക്കു പറയില്ല ഫുള്ള്. കുറച്ച് പാടും കിട്ടാം, എന്നാലും ചിക്കു ടെസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. നല്ല ഡേറ്റ് ആയോ? ഓക്കെ, എത്ര ദിവസത്തേക്ക് കാണില്ലേ? ഇപ്പോഴോ കാണണ്ട. ഫസ്റ്റ് ഞാൻ ടേസ്റ്റിനുള്ള സാധനം കേട്ടോ. മഴ തോന്നിയാൽ നന്നായി തുറന്നു, ഫുള്ള് തുറക്കും. എന്താണ്? ഗാർലിക്കാണ് കേട്ടോ ചിക്കു പറഞ്ഞിട്ടത്. ഓക്കെ, ഇനി നമുക്ക് സ്മെൽ ചെയ്ത് നോക്കാം. നാരങ്ങയാണ്. ഓക്കെ, നമുക്ക് നീ എടുത്തോ, തൊട്ടിട്ട് എടുത്തോ, എടുത്തിട്ട് കഴിച്ചു നോക്കിക്കോ. ഒരെണ്ണം മാത്രം, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ, ഇല്ല അത് കാണില്ല. എന്താണ് അത്? പിന്നെ കഴിക്കാൻ നീ അത് സാധനം പറയും. എന്താണ്? ഹണി എന്നാണ് പറഞ്ഞിരിക്കണത്. ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ഒരു വട്ടം കൂടി തരാം കേട്ടാ. കണ്ണു നോക്കാൻ പറ്റില്ലേ? എന്താണത്? പറഞ്ഞോ, അറിയില്ല. ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് നെക്സ്റ്റിൽ പോവാം. ഇതെന്തായാലും ചിക്കന് പറയാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമായതുകൊണ്ടൊരു നല്ല ടേസ്റ്റിലൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. എന്താ സാധനം? ഒന്നുകൂടി തരട്ടെ. മഴ വന്ന്
ഫുള്ളായിട്ട് തുറക്കും. എന്താണ് സാധനം? എന്താണ് എന്താ സാധനം? മനസ്സിലാവില്ല. എന്ത് ടേസ്റ്റ് ആണ്? അതോ നിങ്ങൾ പറഞ്ഞു നോക്ക്. എന്തിന്റെ ഒരു ടേസ്റ്റാ? കഴിക്കാനുള്ള സാധനം കേട്ടാ. കഴിച്ചോ, കഴിച്ചെടുത്തോ. ആ എന്താണ്? കണ്ടുപിടിച്ചില്ലേ? ഇപ്പൊ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആകെ 1-2 സാധനം മാത്രമേ നമുക്ക് മിസ്സായിട്ടുള്ളൂ അല്ലേ? കുഴപ്പമില്ല കേട്ടാ. അതുകൊണ്ടാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, എന്താണ്? എന്തൊക്കെയാണ് ഇതിനകത്ത് കണ്ണൊക്കെ തുറന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോന്നായിട്ട് പറഞ്ഞു നോക്കിയേ. ചിക്കുന് അറിയാമോ നോക്കിട്ട് ഇത് എന്താ സാധനം? ചിക്കു പറഞ്ഞല്ലേ കാര്യം. ഇത് എന്താ സാധനം? കാഷ്നട്ട്. ചിക്കു ട്രൈ ചെയ്തില്ലേ അല്ലേ? അപ്പൊ ചിക്കുന് ഇത് കൊടുത്തിട്ടില്ല. ഇത് ചിക്കു പറഞ്ഞു നാരങ്ങ അല്ലേ? പിന്നെ എന്തൊക്കെയാണ് ചിക്കുന് തന്നെന്ന് അറിയോ? ഇതില് ഒന്ന് ആലോചിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സാധനം തോന്നുന്നുണ്ട്? അത് കണ്ടിട്ട് എന്താ പുളിമുട്ടായി പറഞ്ഞിട്ടില്ലേ? ചിക്കു പറയാത്ത എന്തെങ്കിലും സാധനം ഇത് കാണുന്നുണ്ടോ? ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ടേസ്റ്റ് ചെയ്തില്ലേ? ഇതെന്ത് സാധനം? പഞ്ചസാരയാണ്. ഇത് ഉപ്പാണ്. ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ വായിൽ വീണപ്പോ? ഇല്ല. ഇത് ചിക്കു പറഞ്ഞില്ലേ? കെച്ചപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലല്ലേ? ഇത് എന്തോ പറഞ്ഞില്ല. അപ്പൊ ഇതെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർലിക്. ഇനി ഗാർലിക്കിന്റെ കുപ്പിയെല്ലാം എടുത്ത് അപ്പൊ ചിക്കൻ എത്ര പറഞ്ഞറിയോ? 3 ഐറ്റംസ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് സാധനം ചിക്കൻ അറിഞ്ഞൂടായിരുന്നു അല്ലേ? അറിയായിരുന്നു, പക്ഷെ സ്മെല്ലോ ടേസ്റ്റ് ഒന്നും മനസ്സിലായില്ല അല്ലേ? പ്രശ്നമല്ല കേട്ടാ. നല്ല ചീറപ്പായിട്ട് നല്ല കുട്ടിയായിട്ട് സന്തോഷത്തിലേക്ക് സങ്കടമായോ? എന്നാ തിരിച്ചോ, അവിടെ തിരിച്ചോ. ഓക്കെ, നമുക്ക് നോക്കട്ടെ. അടുത്ത ആള് ചായ വേണോ? ആരാ പറയും? രണ്ടും ഉണ്ട്. ഓക്കെ, ടേസ്റ്റ് ചേർക്കാൻ കേട്ടാ. ഫുള്ളായിട്ട് തോർക്ക് നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം. എനിക്ക് തെറ്റിന്നാ തോന്നുന്നത്. ലാസ്റ്റ് നോക്കാം കേട്ടാ. മുസംബി കടത്തല്ലേ? എനിക്കറിയില്ല. എനിക്ക് എന്തോ എല്ലാം തെറ്റിപ്പോണ എന്താണെന്ന് അറിയില്ലല്ലോ. അല്ലേ? അറിയില്ല, ശരിയാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി നോക്കട്ടെ. അച്ചാറ് അല്ല? അച്ചാറല്ലേ? അച്ചാറല്ലേ? കടത്തില്ലേ? എന്താച്ചാറായിരിക്കും? മാങ്ങാച്ചാറ്. മാങ്ങാച്ചാറല്ലേ? കടത്തില്ലേ? ഒന്നുകൂടി തരട്ടെ, ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. കണ്ടില്ല. ഏത് അച്ചാറെന്ന് കറക്റ്റ് പറയാം. കുഴപ്പമില്ല. ഏത് അച്ചാറാണെന്ന് മാത്രം അറിയില്ല അല്ലേ? ഇതൊന്ന് വളച്ചു നോക്കിക്കോട്ടാ. ഫുഡാണല്ലേ? ആ ഷാരിക്ക് പറഞ്ഞിട്ട് മീന്റെ ഫുഡ് കൊടുക്കാൻ. അതാണ് പറ്റില്ല അല്ലേ? ഇത് നോക്കിക്കോ. ആലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120,
കുറച്ച് വേറെ ഒരു സാധനം കൂടി മിക്സ് ആവുന്നുണ്ട്. അതായത് കണ്ണടക്ക് ഡബിൾ ലെയർ ആയതുകൊണ്ട് കാണില്ല, പക്ഷെ എന്നാലും തുറന്നു നോക്കരുത് കേട്ടാ. മഴക്ക് ഐസ്ക്രീമാണ് സമാനമായിട്ടില്ല. അല്ലേ അതെ അതെ ഐസ്ക്രീം അതിന്റെ മുകളിൽ ലാസ്റ്റ് കണ്ടുപിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? ടേസ്റ്റ് ചലഞ്ചാണ്. നെക്സ്റ്റ് വാഴക്ക് പഠിച്ചു 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 എന്താണ് പറഞ്ഞാൽ മതി. എന്താണ് ക്ലേ കളറിന്റെ സാധനമില്ലേ? കറിന്റെ ഗ്രേ കളർ സാധനം? അതാണ് എനിക്ക് തോന്നി. അതല്ലേ? അതിനെട്ടാ നീ നോക്കിട്ട് പറയട്ടാ. അല്ലേന്ന് ഓക്കെ കണ്ണു തോന്നുന്നു എന്തൊക്കെ സാധനം ഇത് നീ കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സാധനം തേൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്താ പറഞ്ഞത്? തേനെന്ന് പറഞ്ഞു ഐസ്ക്രീം എന്ന് പറഞ്ഞല്ലേ? ഇതെന്താ കഴിച്ചിട്ട് പറഞ്ഞ? അത് പറഞ്ഞില്ലേ നമ്മള്? അവൻ പറ്റിക്കാൻ പറഞ്ഞില്ലേ? ഇതൊന്നും മറച്ചു നോക്കിയിട്ടായിരുന്നോ? മൂസമ്പിയാണോ? ആ കുഴപ്പമില്ല, അതിന് ഏകദേശം ഒരു സ്മെല്ലായിട്ട് സമ്മതിക്കാം. പേര് പറയണമെന്ന് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇത് കർവ് ഷേപ്പിലെ ഗ്രേ കളർ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവോ? ഓക്കെ അപ്പൊ ഒന്ന് ഇത് ഇതാണ് നിങ്ങളുടെ മെയിൻ്റെ ഫുഡ്. ഇതെന്ത് സാധനം? എന്താ ചായയുടെ സാധനം മെയിൻ്റെ ഫുഡ്? അപ്പൊ അത് നമ്മളത് പറയില്ല. തൊഴിലിട്ടാ ഞാൻ മാത്രം ഇട്ടുതരാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചാച്ചുവിനെ വെച്ചിട്ട് ഇത് ചെയ്തു നോക്കാം. ബാക്കി എല്ലാരും ചെയ്തു കഴിഞ്ഞു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ചാച്ചുവെങ്കിലും പറയുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം നമുക്ക് സ്മെല്ലിംഗ് ചാലഞ്ച് ചെയ്യാം. മണത്തോക്കിക്കോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാ. ഇനി മണത്തോക്കിയാ. ഇത് സ്പൈസസിൽ എന്താണ്? ഏത് കളറിലേക്ക് അതിലും പറഞ്ഞോ? പൊടിച്ചിടുമോ? ചായ ആയിക്കോട്ടെ, നമുക്ക് ലാസ്റ്റ് നോക്കാം. അതൊക്കെ സാധനം നാവ് വേണ്ടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആയിക്കോട്ടെ, നമുക്ക് പിന്നെ നോക്കിട്ട് പറയാട്ടാ. ഇത് സ്മെല്ലാണ് നോക്കിക്കോ. തുണിയാണ്. അല്ല ഞാൻ നിനക്ക് തരാൻ നീ കുഞ്ഞില്ല. എന്താണ്? നല്ല അടിപൊളി തുണിയാണ്. അത് ഏത് തുണിയാന്ന് മാത്രം പറഞ്ഞു. നീ ഇന്ന് വായടക്കിന്റെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ വായടക്ക് ഫുള്ള് വായ പ്രസ് ചെയ്യണേ. ഇവിടെ പതുക്കെ നാവിട്ടൊക്കെ നോക്കരുത് സാധനം. എന്താണ്? ഓക്കെ, ഇത് വായടക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൂക്കിനകത്ത് വെച്ചെടുത്തിട്ടും പറ്റണില്ലല്ലോ. മതി 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 മതി, ഇനി പറ്റില്ല. ലാസ്റ്റ് പറയാം. ടേസ്റ്റ് ചെയ്ത് ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായ തുറന്നു. ഭയങ്കര ടേസ്റ്റ് ആണ്. എന്തായിരിക്കും അത്? നന്നായി തുറക്കാം.
കുഴപ്പമില്ല. ഇനി ഒരെണ്ണം നമുക്ക് അടുത്ത ടേസ്റ്റ് തന്നെ നോക്കാം കേട്ടോ. അത്രയും വൃത്തിക്കെട്ട ടേസ്റ്റ് ചെയ്ത കാരണം ഒരു മധുരമുള്ള സാധനം കഴിച്ചു. ഓക്കെ, ഇനി ഒരു സ്മെൽ കൂടി. നീ ശരിയാക്കും. നാവിട്ടൊക്കെ സുഖമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താണ് പിന്നെ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മണക്കാനുള്ള ഇടവായ തുറക്കല്ലേ. ഇതുകൂടി കൊടുത്തു നോക്കാം. കഴിക്കാനുള്ള വായ നോക്കാം. എങ്കിലും പേര് പറയുന്നത് എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? ആയിക്കോട്ടെ, അത് നമുക്ക് കണക്ക് പെടുത്താം, കുഴപ്പമില്ല. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഇല്ലേ, കൗണ്ട് ചെയ്ത് 7 ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് പാവല ഒരെണ്ണം കൂടി കൊടുക്കട്ട. സ്മെല്ലാണ്. ഉണക്കടി എന്താണ്? ഒന്നുകൂടി മണത്ത് ഓക്കെ. ഇനി നീ എന്നെ തുറന്ന് നോക്കിട്ട് എന്തൊക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് 3 പ്രാവശ്യം മീൻ്റെ ഫുഡ് കാണിച്ചിട്ടില്ല. 3 പ്രാവശ്യം ഐറ്റം ഇവിടെ അവർക്ക് തന്നെ അറിയില്ല മീൻ കൊടുക്കുന്നുണ്ടാവും. നോക്കിക്കോ. ഓക്കെ, 5 എണ്ണം പറഞ്ഞു. അപ്പൊ ആരായിരിക്കും വിൻ ചെയ്തെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നീ ആണോ, ചിക്കു ആണോ, ചാച്ചു ആണോ? ആരായിരിക്കും ചിക്കു? നീ പറഞ്ഞു. അറിയില്ല. എന്തെത്ര ഉറപ്പ്? ഏകദേശം എത്ര ആളുകൾ വന്നുപോയി? ചാച്ചു നേരിട്ടില്ലേ? ചാച്ചു ഓക്കെ, എന്നാ നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കാം. ട്രോഫി എടുത്തിട്ട് വരൂ. സോറി, ഇവിടെ അസ്രുവാണ് വിന്നർ. അതെങ്ങനെ നിനക്ക് മനസ്സിലായ ഇതൊക്കെയാണ് സാധനങ്ങളെന്ന്? മണത്ത് നോക്കിയാൽ മനസ്സിലാവും. നീ അങ്ങനെ ഒരു സാധനത്തിന് മുമ്പ് മണത്ത് നോക്കിയല്ലോ, ഓർമ്മയില്ല? ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല് ഓർമ്മയില്ല? അതെന്തായിരുന്നു ശരിക്കും ആ സാധനം? ചീഞ്ഞ മുട്ടയുടെ ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ അസ്രുവാണ് ഇപ്രാവശ്യത്തെ വിന്നർ. വീഡിയോയില് ഈ ചലഞ്ചില് വിൻ ചെയ്തത്. ബാക്കി അങ്ങനെ തോന്നുന്നു വല്ലാണ്ട് ചോദിക്കട്ടെ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പച്ചത്തൻ പാടിയ പാട്ട് നീ കേട്ടോ. കുട്ടി മണി എന്റെ മേരെ സോപ്പ് പെട്ടി മറിയേരം മേരാട്ട് കുട്ടി മണി എന്റെ മേരെ സോപ്പ് പെട്ടി മറിയേരം മേരാട്ട് കുട്ടി മണി എന്റെ മേരെ സോപ്പ് പെട്ടി മറിയേരം മേരാട്ട് കുട്ടി മണി എന്റെ മേരെ സോപ്പ്
സിസിലി കുട്ടിയുടെ തേപ്പ് പട്ടി മുക്കാ പട്ടി സിസിലി കുട്ടിയുടെ തേപ്പ് പട്ടി